എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വ്ളോഗ് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ. പക്ഷെ അത് എന്നെ കേൾക്കുന്നവരെ എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആക്കും, അല്ലെങ്കിൽ അവർ എത്രത്തോളം അത് എൻജോയ് ചെയ്യും എന്ന് എനിക്ക് സംശയമാണ്. എങ്ങനെയാണ് ഇത് എടുക്കാന്ന്. കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന ടോപ്പിക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമല്ല. ചിലവരൊക്കെ ഇതിനെ നിസ്സാരമായി കാണുന്ന ഒരു കാര്യത്തിനെ പറ്റിയാണ് ഞാൻ ഒത്തിരി ഹൈപ്പ് കൊടുത്തിട്ട് പറയാൻ പോകുന്നത്. സംഗതി എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് ഓഫ് ഹോപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹാൻഡ് ഓഫ് ഹോപ്പ്. അങ്ങനെ നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും വരുന്ന ഒരു പിക്ചർ ഉണ്ട്. അത് 1999 അമേരിക്കയിലെ ഒരു ഹോസ്പിറ്റലിൽ ഓപ്പൺ ഫീറ്റൽ സർജറിയുടെ ഇടയ്ക്ക് ഫീറ്റസിന്റെ കുഞ്ഞിന്റെ കൈ സർജന്റെ വിരൽത്തുമ്പിൽ ചാടി കയറി പിടിക്കുന്ന ഒരു പിക്ചറാണ് ക്യാമറമാൻ ക്യാപ്ചർ ചെയ്തൊരു പിക്ചർ. ആ പിക്ചറിന് അദ്ദേഹം കൊടുത്ത പേരാണ് ഹാൻഡ് ഓഫ് ഹോപ്പ്. അതായത് പ്രതീക്ഷയുടെ എന്താ പറയാ, ഹാൻഡ് ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ കൈ. അല്ലെങ്കിൽ നമ്മൾ നിൽക്കക്കളി ഇല്ലാതെ വരുമ്പോൾ ചാടി കയറി പിടിക്കുന്ന കച്ചിത്തുരുമ്പ്. നമ്മൾ ഒരു സാഹചര്യവും അല്ലെങ്കിൽ ഒരു വഴിയില്ലാതെ വരുമ്പോൾ നമുക്ക് മുൻപിൽ തെളിഞ്ഞു വരുന്ന ഓലക്കീറ്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് മലയാളീകരിച്ച് ആ വേർഡിനെ പറയാം. അപ്പോൾ അങ്ങനെ ആ ഹാൻഡ് ഓഫ് ഹോപ്പ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് സമയത്ത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഒരു ഹാബിറ്റ്, എനിക്ക് അങ്ങനെ ഒരു ഹാൻഡ് ഓഫ് ഹോപ്പായിട്ട് തോന്നി. അങ്ങനെ തോന്നിയ ഒരു കാര്യത്തിനെ പറ്റി, അതല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഹാബിറ്റിനെ പറ്റി, അതല്ലെങ്കിൽ അതിലൂടെ ഞാൻ സൂക്ഷിച്ചു വെച്ച സാധനങ്ങളെ പറ്റി പറയുന്ന ഒരു ബ്ലോഗാണിത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുഞ്ഞിലേ മുതൽ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു കേട്ടോ. ഒന്നുമില്ല, നമ്മുടെ ഉർവശി പെട്ടി പോലെ. നമ്മൾ ആദ്യം മാവിലെറിഞ്ഞ കല്ല്, ഞാൻ ആദ്യം പല്ല് തേച്ച ബ്രഷ്, അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും ഏകദേശം അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പിടി സാധനങ്ങൾ ഞാൻ ഇങ്ങനെ എൻ്റെ നിധി പോലെ, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഒരു കഷ്ണം പോലെ സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ ഒരു പ്രായത്തിന്റെ ബോധത്തിൽ തന്നെ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു, ഇതൊന്നും കളയാനുള്ളതല്ല, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ളതാണ്. എത്രത്തോളം കാലം ജീവിതം ഉണ്ടാവോ, ജീവൻ ഉണ്ടാവോ, അത്രയും കാലം കൂടെ കൊണ്ട് നടക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധം എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു കേട്ടോ. ആ ബോധത്തിന്റെ പുറത്ത് ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തു വെക്കുമായിരുന്നു. കുറേയൊക്കെ എനിക്ക് മിസ്സായി. വീടുകൾ മാറിയപ്പോ, ഹോസ്റ്റൽ മാറിയപ്പോ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ, അങ്ങനെയൊക്കെ സമയത്തൊക്കെ ചില സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. എന്നിരുന്നാലും മേജർ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 10th പഠിക്കുന്ന സമയത്ത് തിരുവാതിരയ്ക്ക് ഞങ്ങളുടെ അവിടെ വടക്കാഞ്ചേരി ഒരു കടയിൽ നിന്ന് മേടിച്ച കുപ്പിവള സ്റ്റിൽ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ആ വള മുഴുവനില്ലെങ്കിലും 3-4 വള ഇപ്പോഴും ഉണ്ട്. 2008 ഓർക്കണം കേട്ടോ. യെസ്, 2008. അപ്പോൾ അത്രയ്ക്കും വർഷം മുൻപ് വരെ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഞാനിപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. എനിക്ക് ഇതും കൊണ്ട് കിട്ടുന്നൊരു കിക്ക്, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ഒബ്സഷൻ എന്ന് പറയും. അത് ഞാൻ എത്രമാത്രം അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ തിങ്സ് എല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഫീലിങ്സ് എന്താണെന്നൊക്കെ എത്ര പേർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ചില സമയത്തൊക്കെ ഞാൻ ഒത്തിരി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത്, അതേപോലെ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത്, നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, നമുക്കൊക്കെ ചില സമയത്ത് നമുക്ക് ആരുമില്ല, ഞാൻ എന്ത് ചെയ്തിട്ട് ഒരു മെനയാകുന്നില്ല, അതല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നിനും കൊള്ളൂല, ഇങ്ങനെയൊക്കെ തോന്നുന്ന സമയത്തൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ. ഞാൻ അന്നേരം ഒന്നൊന്നും ചെയ്യാനില്ലല്ലോ. ഞാൻ ചില സമയത്ത് ഇതൊക്കെ ഇങ്ങനെ എടുത്തു നോക്കും. 1 by 1 ആയിട്ട് ഓരോന്നും ഇങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് എന്തോ ഒരു ഫീലിങ്സ്, അതെന്താണെന്ന് എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹൃദയത്തിന്റെ ഒരു കഷ്ണം എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് ഒത്തിരി റിലീഫ് പോലെ തോന്നാറുണ്ട് കേട്ടോ. ഞാൻ കുറച്ചൊക്കെ ഓക്കെ ആവാറുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം, കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഇത് എത്ര പേർക്ക് ഇത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. താല്പര്യമുള്ളവര് മുന്നോട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് കിടക്കാം. ഈ പിക്ചർ ഉണ്ടല്ലോ,
ഇത് ഞാൻ ഒത്തിരി കുഞ്ഞിലെ മീൻസ് 7th or 8th പഠിക്കുന്ന സമയത്ത് എനിക്ക് വരയ്ക്കാനുള്ള കഴിവൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എനിക്ക് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എൻ്റെ വ്ളോഗ്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും റാൻഡം ആയിട്ടുള്ള വീഡിയോസിലോ ഫോട്ടോസിലോ ഒക്കെ കണ്ടു കാണും. എൻ്റെ അടുത്ത് ഒത്തിരി ക്രയോൺസും അതേപോലെ കളേഴ്സൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ. അതേപോലെ ഡയറി എഴുതുന്ന സമയത്ത് ഈ കളേഴ്സൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ കളർ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഒരു കുട്ടിയുണ്ട്, സോനുകുട്ടൻ ഒരു ദിവസം ഞാൻ ബാച്ചിലേഴ്സ് റൂമിൽ താമസിച്ചിരുന്ന സമയത്ത് അവൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ റൂമിൽ വരും കേട്ടോ. ഇങ്ങനെ ദിൽനാൻ ഡി എന്ന് വിളിച്ചിട്ട് വരും. അന്നേരം അവൻ ഈ ക്രയോൺസ് ഒക്കെ കണ്ടിട്ട് അവന് തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ തരില്ല, എനിക്ക് വേണം, എനിക്കും ഇഷ്ടമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ സമയത്ത് അവൻ എന്നോട് ചോദിച്ചിരുന്നു, ദിൽനാൻ ഡി എന്താ കുട്ടിയാണോ ക്രയോൺസ് ഒക്കെ വെച്ച് കളർ അടിക്കാൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കുട്ടികൾ മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഇതൊക്കെ ഇഷ്ടമാണ്. കളേഴ്സും കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളും ക്യൂരിയസ് ഒക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഞാൻ അന്നേരം വരച്ച ഒരു പിക്ചറാണിത്. ഇത് ഇങ്ങനെ കാണുന്നത് നോക്കണ്ട, ഇത് ഒത്തിരി ഡാമേജ് ആയി ഞാൻ പിന്നെ ഇതെന്റെ കയ്യിൽ നിന്ന് പോവാതെ സൂക്ഷിച്ച് എടുത്തു വെക്കുന്ന ഒരു കാര്യമാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്ത് എൻ്റെ കബോർഡിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ച ടൈം ടേബിൾ ആണ്. ആ ഒരു സെമിസ്റ്ററിലെ എൻ്റെ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് അങ്ങനെ കാണിക്കുന്ന ഒരു ടൈം ടേബിൾ ആണ്. അപ്പൊ ആ സെമിസ്റ്റർ കഴിഞ്ഞ സമയത്ത് എല്ലാവരും ഇത് പൊട്ടിച്ചു കളഞ്ഞു അവരുടെ കബോർഡിൽ നിന്ന്. ഞാനത് റിമൂവ് ചെയ്തെടുത്ത് ഭദ്രമായി എൻ്റെ ഉർവശിപ്പെട്ടിയുള്ളിൽ എടുത്തു വെച്ചു. അടുത്തത് ഇതെല്ലാം ഇതുപോലത്തെ ഒത്തിരി ഉണ്ട് കേട്ടോ, ഞാൻ എല്ലാം കാണിക്കുന്നില്ല. ഇത് ഹോൾ ടിക്കറ്റ്സ് ആണ്, എഞ്ചിനീയറിംഗിന്റെ ഓരോ സെമ്മിന്റെയും ഹോൾ ടിക്കറ്റ്സ് ആണ്. അത് ഞാൻ എല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്, കളഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു 1-2 മിസ്സായിട്ടുണ്ട്, ബാക്കിയെല്ലാം ഇതേപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു സാധനം കാണിക്കാം കേട്ടോ. ഇത് 10/1/2024 എഴുതിയതാണ് കേട്ടോ. ഇതൊരു പെർമിഷൻ സീക്കിംഗ് ലെറ്റർ ആണ്. ഞാൻ വെറുതെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. കാണുന്നവർക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നും. റെസ്പെക്റ്റഡ് സർ, വി വുഡ് ലൈക്ക് ടു ഗോ ടു അവർ നേറ്റീവ് ഫോർ ദി പൊങ്കൽ ഹോളിഡേയ്സ് ടുഡേ, അതായത് 10/1/2014 ഈവനിങ്, ഡ്യൂ ടു ദി ഹെവി റഷ് ഇൻ ദി ട്രെയിൻ. സോ വി കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു ഗ്രാൻഡ് അസ് ദ പെർമിഷൻ ടു ഗോ ഹോം. ആൻറ്റിസിപ്പേറ്റിംഗ് യുവർ പോസിറ്റീവ് റെസ്പോൺസ്. 2014 ജനുവരിയിൽ ഞങ്ങൾ പൊങ്കൽ ഹോളിഡേയ്സിന് മുമ്പ് നേരത്തെ പൊയ്ക്കോട്ടെ എന്ന് HODയുടെ അടുത്ത് ഡീനും അയച്ച ലെറ്റർ ആണിത്. ഇതിൽ ഞങ്ങളുടെ ഗേൾസിന്റെ എല്ലാവരുടെയും പേരും സൈനും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് 2 കോപ്പി എന്ന് എഴുതി. ഞങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് മറ്റേ കോപ്പി സാറിന് കൊടുത്തു. ഈ കോപ്പി അന്ന് കളയാൻ പറഞ്ഞിട്ട് എന്തോ നീനും എൻ്റെ കയ്യിൽ തന്നതാണ്, പക്ഷെ ഞാനത് എടുത്തു വെച്ചു. സോ ഇത് ഞാൻ ഇപ്പൊ ഏകദേശം 10 വർഷം കഴിഞ്ഞു. ഇത് ഞാനൊരു അസറ്റായിട്ട് എൻ്റെ ഹൃദയത്തിനോട് ചേർത്ത് വെക്കുന്ന ഒരു സാധനമാണ്. പിന്നെ പറയാനുള്ളത്, ഇതെല്ലാം ഞങ്ങൾക്ക് DSP എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ടായിരുന്നു. DSP ഡിഗ്രി സ്റ്റോപ്പിംഗ് പേപ്പർ എന്ന് പറഞ്ഞ് കളിയാക്കി വിളിക്കാറുണ്ട് കേട്ടോ. ആ പേപ്പർ എനിക്ക് എക്സാമിന് ഞാൻ എന്താ പറയാ അതിന്റെ ഓരോ പ്രോബ്ലംസും അതിന്റെ ഓരോ പ്രോഗ്രാംസും ഓരോ കാര്യങ്ങളും ചെയ്ത് പഠിച്ചതാണ് ഈ പേപ്പർ. ഇതിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഒരു DSPയുടെ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് 26/11/2013 ഞാനിത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, ഇന്ത്യയും UAE അല്ലാതെ പിന്നെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള വേറൊരു കൺട്രി എന്ന് പറയുന്നത് ഒമാൻ ആണ് കേട്ടോ. ഞങ്ങൾ 2022 ഡിസംബറിൽ UAE നാഷണൽ ഹോളിഡേയ്സ് ഇവിടെ ഒരു 4 ദിവസം അടുപ്പിച്ച് കിട്ടും ഡിസംബറിൽ. അപ്പൊ ആ ടൈമിൽ ഞങ്ങൾ കോളേജ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെയാണ് കേട്ടോ, സീനിയേഴ്സ് ആണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോയി, സലാല, ഒമാനിലെ സലാല. ആക്ച്വലി അത് റോഡ് ട്രിപ്പ് ആയിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ അത്. നമ്മളൊരു ട്രിപ്പിന്റെ സക്സസ് എന്ന് പറയുന്നത് കൂടെയുള്ളവര് നമ്മുടെ സെയിം മൈൻഡ് ആണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ട്രാവൽ മേറ്റ്സ്. അത് 100% സത്യമാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ട്രിപ്പായിരുന്നു അത്. അത്രയ്ക്ക് എൻജോയ് ചെയ്ത ട്രിപ്പ്. ആ ട്രിപ്പിന്റെ ചില ബാക്കി പത്രങ്ങളാണ് ഇത്. അന്ന് എന്താ പറയാ, അവിടുന്ന് ഒരു മാർക്കറ്റിൽ നിന്ന് നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിക്കുമല്ലോ, അങ്ങനെ വാങ്ങിയതാണ് ഒമാന്റെ മാഗ്നറ്റ്. പിന്നെ അതേപോലെ അന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ബോർഡർ എത്തുന്നതിന് ഒമാൻ UAE ബോർഡർ എത്തുന്നതിന് മുൻപ്, അലൈനിന് മുമ്പ് ഒരു ടീ ഷോപ്പ് കയറിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ആ ചായ കുടിച്ച മഗ്ഗാണിത്. അന്നേരം എനിക്ക് ഇതിന്റെ പുറത്ത് ഈ എന്താ പറയാ ഈ വരച്ചതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അന്നേരം ഞാനത് വാഷ് ചെയ്തെടുക്കുക അങ്ങനെ എന്തോ ചെയ്തതാണ്. പിന്നെ ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് അവിടെ ബീച്ചിലൊക്കെ പോയ സമയത്ത് ഞാൻ
ഞാൻ ഏത് ബീച്ചിൽ പോയാലും അവിടുത്തെ കുറെ സ്റ്റോൺസും പിന്നെ കക്കകളൊക്കെ ഇല്ലേ, ഷെൽസ് ഒക്കെ, അതൊക്കെ പറക്കിയെടുക്കും കേട്ടോ. എന്തെങ്കിലും ഒരു ആവശ്യം വരുമെന്നൊക്കെ രീതിയിൽ അങ്ങനെ പൊട്ടിച്ചെടുത്ത പറക്കിയെടുത്ത കല്ലുകളൊക്കെയാണ് കേട്ടോ. അവിടെ ബീച്ചുകളിൽ വൈറ്റും ബ്ലാക്കും മാത്രമല്ല കേട്ടോ, യെല്ലോ, ഗ്രീൻ, അതേപോലെ റെഡ്, അങ്ങനത്തെ കുറേ കളറിലുള്ള സ്റ്റോൺസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും അത് കളക്ട് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യൽ സാധനമാണ് ഇതൊരു എന്തോ ഒരു പല്ലൊക്കെ പോലത്തെ ഒരു സംഭവം കേട്ടോ. ഇത് ഞങ്ങൾ അവിടെ ഒരു ബീച്ചിൽ ചായ കുടിക്കാൻ കയറിയ സമയത്ത് അവിടെ ഒരു ബോക്സ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ സാധനങ്ങൾ ഇതുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നൈസായിട്ട് പേ ചെയ്യുന്നിടത്ത് ഇങ്ങനെ ചെന്ന് നിന്നു, ഒരെണ്ണം ഇങ്ങനെ എടുത്തിട്ട് പോന്നു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഒരു മെമ്മറി എന്നുള്ള രീതിയിൽ എടുത്തു വെച്ചതാണ് കേട്ടോ. ഇത് നല്ല രസമല്ലേ കാണാൻ? അങ്ങനെ ഒമാൻ മെമ്മറീസ് ആണ് കേട്ടോ ഇതൊക്കെ എത്ര വർഷം കഴിഞ്ഞാലും എന്റെ കയ്യിലുണ്ടാവും. എത്രയോ വർഷം കഴിഞ്ഞിട്ട് ഇതേപോലെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, യെസ്, ഞാൻ സലാലയിൽ പോയിട്ടുണ്ട്, ഇതാണ് അതിന്റെ മെമ്മറി എന്നൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കാണിച്ചു തരാനുള്ളത് ഇത് ആക്ച്വലി എനിക്ക് വളരെ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അതാണ് ഞാൻ ഇതിന് പുറത്തേക്ക് പോലും എടുക്കാത്തത്. ഇതൊരു ഫയലാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതില് എൻ്റെ ഒരു 90s കിഡ്സിനൊക്കെ അറിയുന്നുണ്ടാവും. നമ്മൾ സ്കൂൾ ടൈമിൽ ഗ്രീറ്റിംഗ്സ് ഒക്കെ, ഗ്രീറ്റിംഗ്സ് പറഞ്ഞാൽ ബർത്ത്ഡേക്ക് അല്ല കേട്ടോ, ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ മെയിൻ ആയിട്ട്, അല്ലാതെ എന്ത് വിഷുവിന് ആരെങ്കിലും ഗ്രീറ്റിംഗ്സ് കൊടുക്കും അല്ലേ? യെസ്, ന്യൂ ഇയറിനും ക്രിസ്മസിനൊക്കെ അന്നേരം ഞങ്ങൾ ഫ്രണ്ട്സ് ഗ്രീറ്റിംഗ് കാർഡ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. 1 രൂപയ്ക്കൊക്കെ ഗ്രീറ്റിംഗ് കാർഡ് കിട്ടുമായിരുന്നു അന്ന്. അവിടെ പ്യാരിയും പിന്നെ അങ്ങനെ 2-3 കടകളുണ്ടായിരുന്നു നമ്മള് സ്കൂളിൽ പഠിക്കുന്ന അവിടെ നിന്നൊക്കെ നമ്മളിങ്ങനെ കാർഡ്സ് മേടിച്ചിട്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുമായിരുന്നു. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ. അങ്ങനെ അന്ന് 6th മുതലുള്ള എല്ലാ കാർഡ്സ്, എല്ലാം ഒന്നുമില്ല, കുറച്ചൊക്കെ മിസ്സായിട്ടുണ്ട്. അങ്ങനെ കുറെ ഗ്രീറ്റിംഗ് കാർഡ്സും, അതുപോലെ തന്നെ ലൈഫിൽ എൻ്റെ 2 വയസ്സിലാണ് എനിക്ക് ആദ്യമായിട്ടൊരു ലെറ്റർ കിട്ടുന്നത്. പപ്പ അന്ന് സൗദിയിലായിരുന്നു. അന്ന് അവിടുന്ന് പപ്പയുടെ മുത്തിന് എന്ന് പറഞ്ഞിട്ട് എഴുതിയ ഒരു ലെറ്റർ. അവിടുന്ന് ഇങ്ങോട്ട് എനിക്ക് ലൈഫിൽ കിട്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ലെറ്റേഴ്സും, നമ്മൾ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സമയത്ത് ഇംഗ്ലണ്ടിൽ ലെറ്റർ എഴുതുന്നതൊക്കെ ട്രെൻഡ് ആയിരുന്നില്ലേ, അങ്ങനെ എഴുതിയ എല്ലാ ലെറ്റേഴ്സും, അതേപോലെ തന്നെ സിവിക് ഉണ്ടല്ലോ, നമ്മുടെ റൈറ്റർ സിവിക് അറിയോ? സിവിക്കിന് ലെറ്റർ എഴുതുന്ന ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ സിവിക്ക് എനിക്ക് ഒത്തിരി ബുക്സ് അയക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു നോട്ട് വെക്കും. എനിക്ക് ആ ബുക്ക് കിട്ടുന്നേക്കാളും ഇൻട്രസ്റ്റ് സിവിക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ലെറ്റർ പോലെ ചെറിയൊരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്രയും വർഷം കിട്ടിയ എല്ലാ ലെറ്റേഴ്സും ഞാൻ എടുത്തു വെച്ചേക്കുന്നതാണ് ഇത്. ഇത്തിരി വലിയ സന്തോഷമാണ് ഇത്. ഹൃദയത്തിന്റെ ഒരു വലിയ കഷ്ണം തന്നെയാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിൽ. ഇത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഓവർവെൽമിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് തോന്നാറ്. ഇത് ലൈഫിൽ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോവല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇനി കാണിക്കാൻ പോകുന്നത് ചെറിയൊരു കോമഡി പീസാണ് കേട്ടോ. ഇത് രണ്ടും ഇത് ആക്ച്വലി ഞാൻ 11th and 12th പഠിച്ചത് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വടക്കാഞ്ചേരിയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 25 minutes 30 minutes ഉണ്ട് ബസ്സിൽ. അപ്പം നോർമൽ ഫെയർ കൊടുത്ത് പോകുന്ന മുതലാവില്ല. അങ്ങനെ എടുത്ത സീസൺ ടിക്കറ്റ് ആണിത്. സീസൺ ടിക്കറ്റ് 11th ലെയും 12th ലെയും ഇതിൽ എഴുതിയിട്ടുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുതുരുത്തിന്ന്. ആ സമയത്ത് എന്റെ ഫോട്ടോ കണ്ടോ? ഭയങ്കര രസമല്ലേ? കുറിയൊക്കെ തൊട്ട് പൊട്ടൊക്കെ തൊട്ട് അങ്ങനത്തെ. അത് കഴിഞ്ഞ് ഇതും അതുപോലെ തന്നെ ഒരു സീസൺ ടിക്കറ്റ് ആണ്. ഇത് ഞാൻ അങ്ങാടിപ്പുറത്ത് MES മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ട്രെയിൻ, നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചറിനെ പറ്റി കേൾക്കാത്ത മനുഷ്യന്മാരുണ്ടാവില്ലല്ലോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെയിൽവേ ട്രാക്ക് ആണ് കേട്ടോ അത്. 2 സൈഡിലും തേക്ക് മരങ്ങളും അതേപോലെ തന്നെ പാടങ്ങളും ഒക്കെയുള്ള മോണോറെയിൽ ആണത്. അറ്റ് എ ടൈം ഒരു ട്രെയിനിനെ പോകാൻ പറ്റുള്ളൂ. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ വെച്ചിട്ട് 2 ട്രെയിൻ തമ്മിൽ ഇന്റർചേഞ്ച് ആവും. അതായത് നിലമ്പൂരിൽ നിന്ന് വരുന്ന ട്രെയിൻ അങ്ങാടിപ്പുറത്ത് നിർത്തിയിട്ടിട്ട് ഷൊർണൂരിൽ നിന്ന് വരുന്ന ട്രെയിൻ പോകും. അത് കഴിഞ്ഞ് ഈ ട്രെയിൻ പോയി കഴിയുമ്പോൾ നിലമ്പൂരിൽ നിന്നുള്ള ട്രെയിൻ ഷൊർണൂർക്ക് പോകും, മോണോറെയിൽ ആയതുകൊണ്ട്. അപ്പൊ ആ ട്രെയിനിലായിരുന്നു ഞാൻ കുറച്ച് നാൾ ജോലിക്ക് പോയിരുന്നത്. അന്നേരം എടുത്ത സീസൺ ടിക്കറ്റ് ആണിത്. ഇത് 2015-16 ടൈമിലാട്ടോ. യെസ്, 8 വർഷത്തോളായി. ഇതെന്ന് പറയുന്നത് 2009-10 ടൈമിലാണ്. അപ്പം എത്ര വർഷമായെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്ക്. കേടായിപ്പോയി കണ്ടോ, ഒത്തിരി ഇങ്ങനെ ചുളിഞ്ഞു പോയി, ഒത്തിരി ഉണ്ട്. പക്ഷെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും മിസ്സാവില്ല എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്.
ഇനി എനിക്ക് കാണിക്കാനുള്ളത് നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞല്ലോ, അദ്ദേഹം പോയിട്ടുള്ള എല്ലാ രാജ്യത്തെയും അല്ലെങ്കിൽ അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുള്ള എല്ലാ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെയും ബോർഡിംഗ് പാസ് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ ബോർഡിംഗ് പാസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കാലം കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു മെമ്മറി ആവും എന്നുള്ള കാര്യം ഷുവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മാൻഡേറ്ററി ആയിട്ട് എൻ്റെ മൈൻഡിൽ വരുന്നൊരു കാര്യമാണ്, ഇതൊക്കെ എടുത്ത് വെക്കണം, കുറെ കാലം കഴിയുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും എന്നൊക്കെ. അങ്ങനെ ഞാൻ എന്താ പറയാ, ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ബോധപൂർവം അല്ലാതെ തന്നെ എടുത്തു വെക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം എൻ്റെ ബോർഡിംഗ് പാസസ് ആണ്. ഇനി ഇത് ആക്ച്വലി എൻ്റെ മെമ്മറി അല്ല, ഇതെൻ്റെ പപ്പയുടെ ജാതകമാണ്. ജാതകം പപ്പയ്ക്ക് ഇപ്പൊ 62 വയസ്സുണ്ട്. പപ്പ ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പപ്പയുടെ ഒരു 5-6 വയസ്സുള്ള സമയത്ത് പപ്പയുടെ പാരൻസ് ഏതോ ഒരു കണിയാന്റെ അടുത്ത് പോയിട്ട് പപ്പയുടെ ജാതകം എഴുതി വെച്ചതാണിത്. കഴിഞ്ഞ തവണ നാട്ടിൽ ചെന്ന സമയത്ത് എനിക്ക് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പപ്പയുടെ അമ്മയുടെയും പഴയ അലമാരി തപ്പുന്ന ഒരു അസുഖം ഉണ്ട് കേട്ടോ, ഒരു സൂക്കേട്. ആ ടൈമിൽ എനിക്ക് കിട്ടിയതാണിത്. ഇതിനി വീട്ടിലിരുന്നാൽ കേടായി പോവോ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയോ എന്നുള്ളത് കൊണ്ട് നൈസായിട്ട് ഞാനിത് എടുത്തിട്ട് വന്നു. ഞാനിത് വായിക്കാനൊക്കെ കുറച്ച് ശ്രമിച്ചു നോക്കി, പക്ഷെ ധനു ശനി, ധനു വ്യാഴം, കൊല്ലം 1135 ആണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റണില്ല, അക്ഷരങ്ങള് വിസിബിൾ അല്ല. അങ്ങനത്തെ കുറച്ച് മെമ്മറീസ്. ഇനി കാണിക്കാനുള്ളത് ഇത് അത്ര പഴയ മെമ്മറി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നിരുന്നാലും ഇതൊരു ഓർമ്മയാണ്. ലൈക്ക് എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയ ഫസ്റ്റ് സാലറി ബാങ്ക് ത്രൂ അല്ലാതിരുന്നത് കൊണ്ട് കയ്യിലാണ് കിട്ടിയത്, അക്കൗണ്ട് എല്ലാം ഓക്കെ ആവുന്നതിന് മുമ്പ്. അപ്പം നാട്ടിലേക്ക് അയക്കണല്ലോ. അങ്ങനെ എൻ്റെ ഇവിടുത്തെ ഫസ്റ്റ് സാലറി ഞാൻ അലൻസാരി എക്സ്ചേഞ്ച് ത്രൂ ആണ് അയച്ചത്. അന്നേരം അയച്ചപ്പോൾ അവര് തന്ന ഒരു ക്യാഷ് റെസിപ്റ്റ് ആണിത്. ഇതും ഈ പറയണ പോലെ എൻ്റെ ഒരു അച്ചീവ്മെന്റ് ആണ്. ഞാന് വേറൊരു സ്ഥലത്ത് ജോലി അന്വേഷിച്ച് വന്ന് അത് സംഭവം സക്സസ് ആയി. അത് എൻ്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തു എന്നുള്ളൊരു ഒത്തിരി വർഷം കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു മെമ്മറിയും അതല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് അഭിമാനമൊക്കെ തോന്നുന്ന ഒരു സാധനം. ഇത് ഞാനിങ്ങനെ കാത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കാണിക്കാനുള്ളത് വാച്ചുകളാണ്. 2 വാച്ചല്ല, കുറച്ചും കൂടി ഉണ്ട്, നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ ഇതെല്ലാം കൂടെ വലിയൊരു ബോക്സ് ആയിട്ടോട്ട് എടുത്ത് വെച്ചേക്കണേ. ഞാൻ ആദ്യമായിട്ട് വാച്ച് യൂസ് ചെയ്ത് തുടങ്ങിയത് 5ാം ക്ലാസ്സിലാണ് കേട്ടോ. എൻ്റെ മമ്മിയുടെ ചേച്ചി 5ാം ക്ലാസ്സിലാണ്, 5ാം ക്ലാസ് കൂട്ടിയ സമയത്ത് ആണ് എനിക്കൊരു വാച്ച് വാങ്ങി തരുന്നത്, ടൈറ്റാൻ്റെ ഒരു വാച്ച്, ബ്ലാക്ക് കളറിലുള്ളത്. ആ വാച്ച് മുതൽ ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തിട്ടുള്ള എല്ലാ വാച്ചും 1-2 മിസ്സായിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അതല്ലാതെയുള്ള എല്ലാ വാച്ചുകളും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ എനിക്ക് ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ തൊട്ടുള്ള വാച്ചുകളൊക്കെ എനിക്ക് ഇപ്പോഴും പാകമാണ് കേട്ടോ, റിസ്റ്റ് വല്ലാണ്ട് വളർന്നിട്ടില്ല. അപ്പം എല്ലാം എനിക്ക് പാകമാണ്. അങ്ങനത്തെ വാച്ചുകളാണ് ഇത് എല്ലാം. പിന്നെ കാണിക്കാനുള്ളത് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു തടിക്കഷ്ണം പോലെ തോന്നുമെങ്കിലും ഇത് ഞാൻ എൻ്റെ ബ്രദറിനെ പോലെ കാണുന്ന ഷാഫി എന്ന് പറയുന്ന എൻ്റെ കൊളീഗാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു യങ് ബ്രദറിനെ പോലെ തന്നെയാണ് ആള്. ഇവിടെ പോയ സമയത്ത് മക്ക അവിടെ പോയ സമയത്ത് കറക്റ്റ് ആ വേർഡ് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പൊ എനിക്ക് കൊണ്ടുവന്ന അവിടുന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു മെമ്മറി കൊണ്ടുവരണം കേട്ടോ, അവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് ഒരു പിടി മണ്ണെടുത്തിട്ട് വന്നാലും കുഴപ്പമില്ല, നീ ഒരു ഹോളി ലാൻഡിൽ പോയതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും എടുത്തിട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവൻ കൊണ്ടുവന്നതാണിത്. ഇത് ഞാൻ അവൻ്റെ ഒരു എന്താ പറയാ കെയർ ഓഫ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് കെയർ അല്ലെങ്കിൽ കൺസിഡറേഷൻ എന്നുള്ള അതിന്റെ സിമ്പിളായിട്ട് ഞാൻ ഇത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അവൻ അന്ന് പോയത് ഉംറയ്ക്കാണ്, ഞാൻ പെട്ടെന്ന് മറന്നുപോയി, ഉംറ അത്. പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് ദിസ് വൺ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെ സിസ്റ്റർഹുഡ് സ്മിനൂത്തയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. സ്മിനൂത്ത ഒരു ദിവസം ഇതേപോലെ ഒരു ബോക്സ് തുറന്നിട്ട് അതിലുണ്ട് കുറേ കീ ചെയിൻസ്, ഇതിൽ ഇഷ്ടമുള്ളത് എടുത്തോ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരു സാധനം തന്നു കഴിഞ്ഞാൽ ഇതിൽ പരം എന്താ പറയാ വേറൊരു സാധനം എനിക്ക് ചൂസ് ചെയ്യാനില്ല അതിന്ന്. ഇത് കണ്ടു, ഇതെടുത്തു, ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു ഗോപാലൻ എന്ന് പറഞ്ഞ പോലെ ഞാനിതിങ്ങനെ എടുത്തു. എവിടെയും ഇട്ടിട്ടൊന്നുമില്ല കീ ചെയിൻ ഇത്, പക്ഷെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ ഇത്? അങ്ങനെ ഇതൊരെണ്ണം. പിന്നെ എനിക്ക് കാണിക്കാനുള്ളത്
ഒത്തിരി സാധനങ്ങൾ ഉള്ളതുകൊണ്ടേ ഭയങ്കര കൺഫ്യൂഷനാ. ഇത് ഞാൻ മുമ്പ് താമസിച്ചായിരുന്നു, ബാച്ചിലർ ആയിരുന്ന സമയത്ത് താമസിച്ചിരുന്ന വീട്ടില് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, മാളു പിന്നെ സോനു, 2 പേര്. അതിന് മാളുവിന് ഇതേപോലെ ചെറിയ ചെറിയ നോട്ട്സ് എഴുതുന്നതും അതേപോലെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വെൽക്കം നോട്ട് എഴുതി വെക്കുന്നത്, പിന്നെ അങ്ങനെ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് ഒരു പേപ്പറിൽ കുറച്ച് കളറൊക്കെ ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എഴുതി തരണമൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എനിക്കും അതേ മൈൻഡ് ആയതുകൊണ്ട് എനിക്ക് അവളുടെ ആ ഒരു നേച്ചർ അല്ലെങ്കിൽ ആ ഹാബിറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അവളിങ്ങനെ നമ്മളിപ്പോൾ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്താലും ചിലപ്പോൾ ഒരു പേപ്പറിൽ എന്തെങ്കിലും ഇങ്ങനെ എഴുതിയിട്ട് ഡോറിന്റെ ഉള്ളിൽ കൂടെ എൻ്റെ റൂമിലേക്ക് ഇങ്ങനെ ഇട്ട് തരും. അങ്ങനെ തന്നിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവള് വലുതാവുമ്പോ, അവൾക്ക് ഇപ്പൊ 6 വയസ്സാണ്, അവള് വലുതാവുമ്പോ എനിക്ക് അവളെ കാണിച്ചു കൊടുത്ത് സർപ്രൈസ് ചെയ്യാലോ എന്നുള്ള ഒറ്റ ഇന്റൻഷനിലാണ് ഞാൻ ഇതൊക്കെ എടുത്തു വെക്കുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇത്. വെൽക്കം ബാക്ക് ഹോം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ആനുവൽ ലീവിന് നാട്ടിൽ പോയ സമയത്ത് തിരിച്ചു വരുന്നപ്പോൾ എൻ്റെ ഡോറിന്റെ മുകളിൽ അവള് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നതാണ്, വെൽക്കം ബാക്ക് ടു ഹോം ദിൽനാൻറ്റി, ഐ മിസ് യു വെൻ യു ആർ ഇൻ ഇന്ത്യ ബിക്കോസ് ഐ ട്രീറ്റ് യു ആസ് മൈ ബിഗ് സിസ്റ്റർ, ഐ ആം സോ ഹാപ്പി യു ആർ കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് എന്നിട്ടൊരു സ്മൈലി ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് അതേപോലെ തന്നെ ഐ ലവ് യു ദിൽനാൻറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. പിന്നെ കൺഗ്രാറ്റ്സ്, അവളുടെ അടുത്ത് മാരേജ് പറഞ്ഞ സമയത്ത് അവള് ദിൽനാൻറ്റി കൺഗ്രാറ്റ്സ്, യു ആർ ഗോയിങ് ടു മാരി, ഐ എം സോ പ്രൗഡ് ഓഫ് യു, മൈ മദർ ടോൾ മീ അബൌട്ട് ദിസ് എന്ന് പറഞ്ഞിട്ട് ഇത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് മെറി ക്രിസ്മസ് ദിൽനാൻറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ കുറെ ടൈനി നോട്ട്സ് അവളിങ്ങനെ എഴുതി തരും കേട്ടോ. അതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒറ്റ ലക്ഷ്യം മാത്രം, ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് ഇത് മുഴുവൻ അവളെ കാണിച്ചിട്ട് സർപ്രൈസ് ചെയ്യിപ്പിക്കാം, അത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് കാണിച്ചു തരാനുള്ളത്, യെസ്, ഇത് എനിക്ക് വായിക്കുന്ന ശീലമുണ്ടെന്നും ബുക്സ് ഇതേപോലെ പൊന്നു പോലെ കൊണ്ട് നടക്കുന്ന ശീലമുണ്ട് എന്നൊക്കെ അത് അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ കുമാരേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല, ആരാണെന്ന് പറയാൻ അറിയില്ല, അതുകൊണ്ട് ജസ്റ്റ് കുമാരേട്ടൻ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പോയ സമയത്ത് എന്നെ ഏൽപ്പിച്ചിട്ട് പോയൊരു കാര്യമാണിത്. ഇതൊരു പുസ്തകമാണ് കേട്ടോ, ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു പുസ്തകമാണ്. ഇതിന്റെ ചട്ടയൊക്കെ കേടായിപ്പോയി, പക്ഷെ ഇതിൽ ഒരു കവിത പോലെ ശ്രീ ഭാഷ ഭർതൃഹരി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കേരളവർമ്മ CSI FMU MRASFRHS വലിയ കോയി തമ്പുരാൻ തിരുമനസിന്റെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഡേറ്റ് കൊടുത്തേക്കുന്നത് 2/3/14 എന്നാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് 1914 കേട്ടോ. എങ്ങനെ ഒരു പുസ്തകം എനിക്കിങ്ങനെ തന്നു. ഇതിങ്ങനെ കവറിൽ ഇട്ടിട്ട് തന്നെയാണ് കുമാരേട്ടൻ എനിക്ക് തന്നിട്ട് പോയത്. അപ്പം ഇതും ഞാന് എന്താ പറയാ, 1914 ഒരു സാധനം എന്ന് പറയുമ്പോൾ നമുക്കത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ. 14 ആണെന്ന് എന്റെ ഗസ്, ശരിയാണോന്ന് അറിയില്ല, കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് ഒരു ആൽബമാണ്. കണ്ടോ ഈ ആൽബം, ഇതില് ഒത്തിരി ഫോട്ടോസ് ഉണ്ട്. ഒത്തിരി ഫോട്ടോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ ചെന്ന സമയത്ത് ഇതുപോലെ തന്നെ ആൽബംസ് എടുത്ത് നോക്കുമ്പോൾ അത് കുറെയൊക്കെ കേടായി പോയിട്ടുണ്ടായിരുന്നു, പൂപ്പല് പിടിച്ചിട്ടും അതേപോലെ ഓരോന്ന് സംഭവിച്ചിട്ടും ഒക്കെ കേടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കേടാവാത്ത ഫോട്ടോസ് കുറച്ച് ഞാൻ അതിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നതാണ്. പിന്നെ ഇവിടെ വന്നിട്ട് എടുത്ത കുറച്ച് ഫോട്ടോസും അങ്ങനെ കുറച്ച് ഇതിൽ കാണിക്കാനാണെങ്കിൽ ഇത് അമ്മയുടെ ഒരു ഫോട്ടോ ആണ്. പിന്നെ കാണിക്കാനാണെങ്കിൽ ഇത് പപ്പയുടെ ഫോട്ടോ ആണ്. പപ്പ സൗദിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണ്. ഏകദേശം 10-30 വർഷത്തിന് മുമ്പുള്ള ഫോട്ടോസ് ആണ് കേട്ടോ ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ് രഞ്ജു. പിന്നെ ഇതിന്റെ മേളിലുള്ളത് എൻ്റെ ഒരു ബ്രദറായ മനു, ചേട്ടന്റെ കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും എടുത്ത ഫോട്ടോയാണ്. അതേപോലെ തന്നെ ഇത് എൻ്റെ ഗ്രാൻഡ് പാരൻസ് ആണ്. ഇത് എൻ്റെ സോണിയേച്ചിയാണ്. പിന്നെ കാണിക്കാനുള്ളത് ദിസ് ഇസ് എമിക്കുട്ടി. ഞാൻ ചോദിച്ചു വാങ്ങിയ പിക്ചറാണിത്. അവള് വലുതാവുമ്പോ അവളുടെ ഈ പിക്ക് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് കാണിക്കാലോ. ആക്ച്വലി ഇപ്പോഴത്തെ പിള്ളേർക്ക് അത്രയും ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം ഇഷ്ടം പോലെ ഫോട്ടോസ് നമ്മുടെ ഫോണിലും ഡ്രൈവിലും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെയൊക്കെ 90s കിഡ്സിന്റെ അതേപോലെ 2000 പിള്ളേരുടെയൊക്കെ മൈൻഡിലുള്ള ഈ ഫോട്ടോസിന്റെ ഹാർഡ് കോപ്പി എന്ന് പറയുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഉണ്ടാവില്ല. എന്നാലും ഇരിക്കട്ടെ അല്ലേ. അതുപോലെ തന്നെ ഇത് ഞാനാണ് കേട്ടോ. എനിക്ക് 4 വയസ്സുള്ള സമയത്ത് എടുത്ത ഫോട്ടോസ് ആണിത്. ഈ ചുരിദാർ ആക്ച്വലി അമ്മയുടെ സാരി കൊണ്ട് തയ്പ്പിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പിക്കും.
പിന്നെ ഇതെന്റെ സിസ്റ്ററാണ്. അവള് സ്കൂളിലൊരു കോമ്പറ്റീഷന് പാടുന്ന ഫോട്ടോയാണ്. അഗെയിൻ ദിസ് ഇസ് മീ ആൻഡ് ദിസ് ഇസ് മീ ആൻഡ് മൈ കസിൻ. പിന്നെ അങ്ങനെ 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 ഓരോ ഫോട്ടോസും. അപ്പൊ ഇനി ആകെ എന്റെ ജീവിതത്തിൽ ഇത്ര ഫോട്ടോസേ ഉള്ളൂ. ഒരു 5-6 ആൽബംസും നിറയെ ഫോട്ടോസ് ഉണ്ടായിരുന്ന വീട്ടിൽ നിന്ന് പിന്നെ എനിക്ക് ആകെ കിട്ടിയേക്കുന്നത് ഇത്രയും ഫോട്ടോസ് മാത്രമാണ്. ഇതെങ്കിലും എന്റെ കയ്യിൽ നിന്ന് കേടുവരാതെയും നഷ്ടപ്പെടാതെയും ഇരിക്കണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ എന്ന് പറയില്ലേ. ഓക്കെ, അപ്പൊ കം ടു ദി മാറ്റർ. ഈ വ്ലോഗ് എത്രത്തോളം നിങ്ങളെ ഇൻട്രസ്റ്റ് ചെയ്തു എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇത് എനിക്ക് ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ലോഗാണ്. എന്റെ ആ സിനിമയില് ഉർവശി പെട്ടി തുറന്നു വെച്ച് താഴെ ഇരുന്ന് പറയുന്ന അതേ ഇൻട്രസ്റ്റോടെയും അതേ കൗതുകത്തോടെയും അതേ എക്സൈറ്റ്മെന്റോടെയാണ് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളും പരിചയപ്പെടുത്തി തന്നത്. ഇതിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോന്നാ ഞാൻ, ഇതിൽ ഒത്തിരി കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയുണ്ട് കാണിക്കാത്ത കുറേ സാധനങ്ങൾ. അതൊന്നും അത്രയും പഴയതാവാത്തതും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാനുള്ളൊരു മടിക്കുമാണ് കേട്ടോ ഞാൻ കാണിക്കാതിരുന്നത്. മേജർ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ ചിലവർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് കാണുന്നവരുടെ മനസ്സിലുണ്ടാവും, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളോട് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ഒബ്സഷൻ എന്ന് പറയുന്നതൊക്കെ ഒരു തോന്നലല്ലേ, അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഹാൻഡ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്നതൊക്കെ കുറച്ച് ഓവർ അല്ലേ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാം ഒരു ചിന്തയല്ലേ. നമുക്ക് ആരുടെ എന്ത് ഹാബിറ്റാണ് നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ളതുള്ളത്. കാരണം ഈ ഒടുക്കത്തെ വിലയും കൊടുത്തിട്ട് ആന്റിക് ആയിട്ടുള്ള സാധനങ്ങൾ, പഴയ ഗ്രാമഫോൺസ് ഒക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷിക്കുന്നവരുടെയൊക്കെ ഒരു മൈൻഡ് ആലോചിച്ച് നോക്കിയേ. 1-2 നേരം മാത്രം ഭക്ഷണം, 3-ാമത്തെ നേരം പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ആ ഹാബിറ്റ് അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയോ ഇൻട്രസ്റ്റോ ഫീലിങ്സോ ആ ഒരു നേരം പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ഒബ്സഷൻ എന്ന് പറയുന്നത് ഏകദേശം അതേ മൈൻഡുള്ള ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ സൂക്ഷിച്ചു വെച്ച ഈ കാര്യങ്ങൾ ചില സമയത്തൊക്കെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഒന്നുമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒന്നുമല്ല എന്ന് തോന്നുമ്പോൾ, എവിടെയും എത്തിയിട്ടില്ല എന്ന് തോന്നുമ്പോൾ, ആരും ഇല്ല എന്ന് തോന്നുമ്പോൾ, തളർന്നു പോകുമ്പോഴൊക്കെ ഞാൻ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കും. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു വർഷം മുമ്പ് യെസ്, അഹാന കൃഷ്ണ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈ സ്കൂൾ ടൈം മെമ്മറി ബാഗ് സംതിങ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. ആ വ്ളോഗിന്റെ അവസാനം ആ കുട്ടി പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, ഇതിലൂടെയൊക്കെ നടന്നിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയതെന്ന്. എനിക്കിപ്പോൾ എൻ്റെ ചുറ്റും ഇരിക്കുന്ന ഇത്രയും സാധനങ്ങൾ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നതും അതേ കാര്യം തന്നെയാണ്. ഞാൻ ഇതിലൂടെയൊക്കെ നടന്നും കിടന്നും കരഞ്ഞും ചിന്തിച്ചും വളർന്നും ഒക്കെയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് എനിക്ക് ഈ സാധനങ്ങളൊക്കെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടോ അതല്ലെങ്കിൽ ഓവർ ഐറ്റംസ് ആയിട്ടോ ഉർവശിയുടെ പെട്ടിയായിട്ടോ ഒന്നും തോന്നുന്നില്ല. എനിക്കിതെല്ലാം എൻ്റെ ഹൃദയത്തിൻ്റെ കഷ്ണങ്ങളാണ്, ചെറുതും വലുതുമായ ഹൃദയത്തിൻ്റെ കഷ്ണങ്ങൾ. അപ്പം എല്ലാവരും ഇല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ഈ വ്ളോഗ് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല കുറച്ച് സമയങ്ങൾ ആശംസിക്കുന്നു. എല്ലാവരും നന്നായിട്ടിരിക്കുക. ബൈ.